ഗർഭിണി വ്രതമെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വൺ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്, ഡീഹൈഡ്രേഷൻ വരാതെ നോക്കുക. എസ്പെഷ്യലി ഈ ഒരു ക്ലൈമറ്റ് നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക. ഒരു ഗർഭിണി പകൽ സമയത്ത് എടുക്കുന്ന അതേ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് നമ്മൾ നോമ്പ് തുറന്ന് അത്താഴം വരെയുള്ള സമയം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മിനിമം ഒരു 10 to 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. അതെന്തോ ആവാം, നമുക്ക് ക്ലിയർ ഫ്ലൂയിഡ് ആവാം, ഇളനീരിന്റെ വെള്ളം ആവാം, അതേപോലെ തന്നെ ബട്ടർ മിൽക്ക്, ജ്യൂസ്, അധികം മധുരം ഇടാത്ത ജ്യൂസ് ഐറ്റംസ് ഒക്കെ നന്നായിട്ട് കുടിക്കുക. പിന്നെ ഉള്ളത് അവോയ്ഡ് ചെയ്യേണ്ട പാനീയങ്ങളാണ് ചായ, കോഫി, കഫീൻ അടങ്ങിയത്, ബോട്ടിൽഡ് ജ്യൂസ് എന്നിവ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ ഭക്ഷണക്രമത്തിലേക്ക് വരുമ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നോമ്പെടുക്കുന്ന എല്ലാ ഗർഭിണികളും ക്രമീകരിക്കേണ്ടതാണ്. നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഈത്തപ്പഴവും വെള്ളം അല്ലെങ്കിൽ ഇളനീർ വെള്ളം വെച്ച് നോമ്പ് തുറക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കണ്ടന്റുള്ള ഫുഡ് ഐറ്റംസ്, ഫോർ എക്സാമ്പിൾ ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, ഓട്സ് പോലെയുള്ള ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇവരൊക്കെ സ്ലോ എനർജി റിലീസിങ് ഫുഡ്സ് ആണ്. അത് ഗ്ലൂക്കോസിന്റെ ബ്ലഡിൽ ഗ്ലൂക്കോസ് സഡൻ സ്പൈക്ക് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഫോർ എക്സാമ്പിൾ ചിക്കൻ, മുട്ട, പാല്, ചപ്പാത്തി, അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ്, ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക. ഉറങ്ങുന്നതിന് മുന്നേ സാലഡ്സ് കഴിക്കുക. കക്കിരി, ക്യാരറ്റ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ സാലഡ്സ് ആക്കി നന്നായിട്ട് കഴിക്കുക. പിന്നെ ഉള്ളത് അത്താഴത്തിന്റെ ഫുഡാണ്. അത്താഴത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും അടങ്ങിയ ഡയറ്റ് ആണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ മുട്ടയും പാലും നന്നായി കുടിക്കുക. പിന്നെ ഒഴിവാക്കേണ്ട ഫുഡ് ഐറ്റംസ് ഉണ്ട്. നോമ്പ് തുറക്കുമ്പം തന്നെ ഈ എണ്ണക്കടികൾ നന്നായിട്ട് കഴിക്കുക. അത് ഗ്യാസ്ട്രൈറ്റിസ് നമുക്ക് കൂട്ടും. അതേപോലെ തന്നെ ഓയിലി, സ്പൈസി, സാൾട്ടഡ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ്, ഇവയൊക്കെ തീർച്ചയായും നമ്മുടെ നോമ്പെടുക്കുന്ന ഗർഭിണികൾ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് ആണ്.